നമസ്കാരം. UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് മാസം 3 കഴിഞ്ഞു. പക്ഷേ പല നിലപാടുകളും പിണറായി വിജയനും CPM-നും അനുകൂലമായിട്ടുള്ളതായിരുന്നു ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് പോലും. ഇത് പലർക്കും സംശയവും ആശങ്കയും ഉണ്ടാക്കി. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് EDയെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന 9ാം പ്രതിക്ക് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അവരുടെ ഒരു കഴിവുകേട് കൊണ്ട് എന്ന് പറയാൻ കഴിയില്ല, അവർ കൂടി ഒത്തു കളിച്ചത് കൊണ്ട് ജാമ്യം കിട്ടിയത്. ഇത് ഒരു സംഭവം മാത്രമല്ല, ഈ 3 മാസങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ പല സംഭവങ്ങളും ഉണ്ടായി. അപ്പോഴൊക്കെ എല്ലാവർക്കും ഇത്തരത്തിലൊരു സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അർജുൻ ആയങ്കിയാണ്. ഈ അർജുൻ ആയങ്കിക്ക് ഇപ്പോഴും ഒളിത്താവളം ഒരുക്കുന്നതിൻ്റെ പിന്നിൽ CPM നേതാക്കളുണ്ടെന്ന് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ ശക്തിധരൻ സമൂഹ മാധ്യമത്തിലൂടെ ആരോപിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി AKG സെൻറ്ററിലേക്ക് അറിയുന്നുണ്ട്. AKG സെൻറ്ററിൽ നിന്നാണ് നിർദ്ദേശങ്ങൾ പോകുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം സമൂഹ മാധ്യമത്തിലുള്ള കുറിപ്പിൽ കൂടി പറയുന്നത്. തീർച്ചയായും ശക്തിധരനെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയിൽ വലിയൊരു സുഹൃത്ത് വലയമുണ്ട്. അവരിൽ നിന്നൊക്കെ ആയിരിക്കാം അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശക്തിധരൻ്റെ ആ കുറിപ്പ് ഇങ്ങനെയാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഗൗരവമുള്ളതാണ് ഈ കാര്യങ്ങൾ. ആയങ്കിയുടെ അടുത്ത ഷോ ഉടൻ എന്നാണ് ആ കുറിപ്പിൻ്റെ തലക്കെട്ട്. പിന്നീട് അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു: അർജുൻ ആയങ്കിയുടെ മേൽ പിടിവീഴുന്നില്ലെങ്കിൽ അടുത്ത ഷോ കോടതിയിലായിരിക്കും. ഏതൊക്കെ കോടതികളിലാണ് വളയ്ക്കാൻ പറ്റുന്ന ന്യായാധിപന്മാർ ഇരിപ്പുണ്ടെന്നുള്ള നിഘണ്ടു ആയങ്കിയുടെ നിയമോപദേഷ്ടാക്കളുടെ മടിക്കുത്തിലുണ്ട്. അതൊരു സമാന്തര സംവിധാനമാണ്. കൊടുക്കേണ്ടത് കൊടുത്തുകൊണ്ടിരുന്നാൽ ഏത് കേസും അപ്രത്യക്ഷമാകും. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ നിയമസഭ അടിച്ചു തകർത്ത കേസ് എവിടെ എത്തി? ആരെങ്കിലും ശബ്ദിക്കുന്നുണ്ടോ? ലാവ്ലിൻ കുംഭകോണ കേസ് എത്ര കാലമായി മാറ്റിക്കൊണ്ടിരിക്കുന്നു? പൊടിക്കൈ പ്രയോഗിച്ചാൽ ഏത് കേസും തമസ്കരിക്കപ്പെടും. പെട്ടുപോയത് TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട കേസിലാണ്. കൊലകൾ ആസൂത്രണം ചെയ്യുന്നതിൽ നല്ല കൈത്തഴക്കമുള്ള PK കുഞ്ഞനന്ദന് പറ്റിയ കൈപ്പിഴയാണ് വാടക കൊലയാളികളെ പോലീസ് വലയിൽ എത്തിച്ചത്. മലയിൽ ഒളിപ്പിച്ചാൽ വാടക കൊലയാളികളെ പിടികൂടില്ലെന്നാണ് കുഞ്ഞനന്ദൻ കരുതിയത്. പക്ഷേ കൊലയാളികളുടെ കയ്യിലെ ചോര TPയുടെ ചങ്കിൽ നിന്ന് ഒഴുകുന്നതാണെന്നും അതിന് പർവ്വതഗർഭം ധരിക്കാനുള്ള ശേഷിയുണ്ടെന്നും മലയിൽ ഒളിച്ചവർ തിരിച്ചറിഞ്ഞില്ല. പ്രപഞ്ചത്തിൽ സത്യം എന്ന ഒന്നുണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞനന്ദനെ പാർട്ടിയുടെ കൺകണ്ട ദൈവമെന്ന മുൻ മന്ത്രി KK ശൈലജ വാഴ്ത്തുമ്പോൾ ജനം ഈ നരാധമൻ്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയത്. കുഞ്ഞനന്ദൻ ജീവിച്ചിരുന്നെങ്കിൽ എത്ര പേരുടെ അന്ത്യമാവും കാണേണ്ടി വരുമായിരുന്നത്. വാടക കൊലയാളികളുടെ വലിയ ശൃംഖല തന്നെ അദ്ദേഹത്തിൻ്റെ വിരൽത്തുമ്പിലുണ്ടായിരുന്നു. ഈ നെറ്റ്വർക്ക് പൊളിക്കാൻ ഈ സർക്കാരിനുമാവില്ല. വാടക ഗുണ്ട എന്ന് പറഞ്ഞാൽ തെങ്ങ് കയറ്റ തൊഴിലാളിയോ ബീഡി തെറുപ്പുകാരനോ അല്ല. CPM-ൻ്റെ ഇപ്പോഴത്തെ ഗുണ്ടയ്ക്ക് ബോംബെയിലെ ശിക്ഷണമോ കള്ളക്കടത്ത്, മയക്കുമരുന്ന്, സ്വർണ്ണക്കടത്ത് മേഖലയിലെ അധോലോക ബന്ധത്തിൻ്റെയോ ഈടുവയ്പുണ്ട്. കണ്ണഞ്ചി പോകും അവരുടെ കോട്ടകൊത്തളങ്ങൾ കണ്ടാൽ. 10 വർഷത്തെ ഭരണം സെക്രട്ടേറിയറ്റിനെ കൈവെള്ളയിലാക്കിയെടുത്തു. കളങ്കിതരായ സീനിയർ IAS-കാരെ അധോലോകവുമായി കണ്ണി ചേർത്ത് വെച്ചു. സർവീസിലില്ലെങ്കിലും പങ്ക് എത്തിക്കൊണ്ടിരിക്കും എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. കള്ളൻ വിജയനും കുടുംബത്തിനും പതിവുള്ള പടി എത്തിച്ചാൽ മതി. അത് വിദേശത്തോ ലോക്കറുകളിലോ എത്തിക്കൊള്ളും. കള്ളൻ വിജയൻ നിഷ്കളങ്കനാണെന്ന് വിശ്വസിക്കുന്ന എത്രയോ നിഷ്കളങ്കർ പാർട്ടിയിലുണ്ട്. കുടലെടുത്തു കാണിച്ചാലും അത് വാഴനാരാണെന്ന് പാർട്ടി പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കുന്നവർ. ത്യാഗികളും നിസ്വാർത്ഥരുമായവരുടെ ഗതകാല സ്മരണകളാണ് അവരെ ഇങ്ങനെ വഴിതെറ്റിക്കുന്നത്. കേരളത്തിലെ പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ എന്തെങ്കിലും ഒരു അർജുൻ ആയങ്കിയുടെ ബീജം കണ്ടെത്താനുണ്ടോ? ഇന്നോ പശ്ചിമ ബംഗാളിലും ജീർണത കടന്നുകയറിയപ്പോൾ വാടക ഗുണ്ടകൾ തന്നെയാണ് പ്രാദേശിക ഘടകങ്ങൾ പിടിച്ചെടുത്തത്. ജോൺ ബ്രിട്ടാസുമാർ വൈകാതെ അവിടെയും കടിഞ്ഞാൻ പിടിച്ചെടുത്തു. പാർട്ടി ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. ഇവിടെയും ഏതെങ്കിലും നേതാവ് സമൂഹ വിരുദ്ധനായ അർജുൻ ആയങ്കിയെ തള്ളിപ്പറയാൻ മുന്നോട്ട് വന്നോ? അതെ, തീർത്തും പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് തൻ്റെ കുറിപ്പിൽ അവസാനമായി ശക്തിധരൻ ചോദിക്കുന്നത്. ഏതെങ്കിലും നേതാക്കൾ അർജുൻ ആയങ്കിയെ തള്ളിപ്പറയാൻ മുന്നോട്ട് വന്നോ? വന്നിട്ടില്ല. കണ്ണൂരിലെ പ്രമുഖനായ ഒരു CPM നേതാവിൻ്റെ വളരെ അടുത്ത അനുയായിയാണ് ഈ അർജുൻ ആയങ്കി എന്നുള്ള വിവരം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പലരും അത് മുമ്പ് തന്നെ പറഞ്ഞു കേട്ടതാണ്. സ്വർണം പൊട്ടിക്കൽ കേസുമായി ഇവർക്കൊക്കെ ബന്ധമുണ്ടെന്നും ഈ അർജുൻ ആയങ്കിക്ക് ബന്ധമുണ്ടെന്നും ഈ അർജുൻ ആയങ്കിയെ അന്ന് സംരക്ഷിച്ചു കൊണ്ടിരുന്നത് ഈ നേതാവാണെന്നുമൊക്കെ അന്ന് പുറത്തു വന്ന വാർത്തകളാണ്. ഇവിടെയാണ് ശക്തിധരൻ്റെ ഈ ചോദ്യം പ്രസക്തമാകുന്നത്. എന്തുകൊണ്ട് ഈ ക്രിമിനലിനെ CPM നേതാക്കൾ തള്ളിപ്പറയുന്നില്ല എന്നത്. ആ തള്ളിപ്പറയുന്നില്ല എന്ന് മാത്രമല്ല, ഈ CPM-ൻ്റെ ഇടത് സൈബർ ഇടങ്ങളിലൊക്കെ ഈ ക്രിമിനലിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ന്യായീകരിച്ചും അയാൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ടുള്ള പോസ്റ്റുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം ബോധ്യമായിട്ടുണ്ടാകും.
ഇവിടെ അർജുൻ ആയങ്കി പിടികൂടപ്പെടാതിരിക്കണമെങ്കിൽ അതിൽ ഈ പോലീസിനെ തന്നെ ഈ 10 വർഷത്തെ ഭരണം കൊണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ ഒരു നിയന്ത്രണം തന്നെ CPM കൈപ്പിടിയിലാക്കിയെങ്കിൽ പോലീസിലും അതുപോലെയുള്ള ബന്ധങ്ങൾ CPMനുണ്ട്. ആ ബന്ധങ്ങൾ ഉപയോഗിച്ചായിരിക്കാം ഈ അർജുൻ ആയങ്കിയെ ഒരുപക്ഷെ അയാൾ പലയിടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു പോയത്. ഇവിടെ ഉത്തർപ്രദേശിലെയും മറ്റും ഉൾഗ്രാമങ്ങളിൽ നിന്ന് വരെ പോയി ഈ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സാഹസികമായി പിടികൂടി കൊണ്ടുവന്ന ചരിത്രം ഉള്ളവരാണ് കേരള പോലീസുകാർ. പക്ഷേ അതിലും ചില പുഴുക്കുത്തുകളുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് അവരുടെ പങ്ക് നമ്മൾ സംശയിക്കേണ്ടത്. ഇവിടെ എന്തായാലും ശശിധരൻ്റെ ഈ ഒരു ചോദ്യം പ്രസക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ തന്നെ കണ്ടെത്തണം.